എൻ്റെ ലാസ്റ്റ് 3 മാസത്തെ പ്രിപ്പറേഷൻ കഥ ഞാൻ പറയാം. ആക്ച്വലി പലരും വിചാരിക്കുന്ന ഒരു ഇതെന്ന് വെച്ചാൽ നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് ഇതിനൊരു വലിയൊരു റോളില്ല, നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിന് ഇതിനൊരു റോളില്ല എന്നാണ് പലരുടെ വിചാരം. പക്ഷേ അതേ സമയത്ത് ഇതിനെല്ലാം ഭയങ്കര പ്രയോറിറ്റീസ് ഉണ്ട്. നമ്മുടെ അക്കാഡമിക്സ് അല്ലാതെ തന്നെ നമ്മുടെ സ്വയമായിട്ടുള്ള നമ്മുടെ ഇൻഡിവിജ്വൽ ഹെൽത്ത് നമ്മൾ ശരിക്കും ടേക്ക് കെയർ ചെയ്യേണ്ട ഒരു ക്രൂഷ്യൽ മൂമെൻ്റ് ആണ് ഈ 3 മാസ സമയം. ഞാൻ പ്രത്യേകിച്ച് ഉറക്കം ഒട്ടും കോംപ്രമൈസ് ചെയ്യാത്ത ഒരാളായിരുന്നു. ഞാൻ ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് സ്ലീപ്പ് കിട്ടുന്ന ഒരാളായിരുന്നു. ഞാൻ എൻ്റെ പറ്റുന്ന രീതിയിൽ ഞാൻ എവിടെ കിട്ടിയാലും ഒരു 5 മിനിറ്റ് ആയിക്കോട്ടെ, ഒരു പവർ നാപ്പ് ആണേ പവർ നാപ്പ് അങ്ങനെ എടുത്ത് ഞാൻ പഠിച്ച ഒരാളാണ്. കാരണം നമ്മൾ ഒരിക്കലും ഉറക്കം ഒളിച്ച് പഠിക്കേണ്ട സമയമല്ല. നമ്മൾ പഠിച്ചാൽ നമ്മളിൽ തന്നെ കോൺഫിഡൻസ് ഉണ്ടാവണം. പിന്നെ നല്ലപോലെ ഭക്ഷണം കഴിക്കണം. കാരണം ഞാനും ഈ ഫേസിൽ കൂടെ ഞാൻ കടന്നു പോയത്. ഞാനും വിചാരിച്ചിട്ടുണ്ട് എങ്ങനെ റിവിഷൻ ചെയ്യും, എങ്ങനെ ഇതെല്ലാം ചെയ്യാൻ പറ്റും, എന്നെ കൊണ്ട് ഇതെല്ലാം പറ്റുമോ എന്ന് ഞാൻ ശരിക്കും വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഗിവ് അപ്പ് ചെയ്യേണ്ട ഒരു ഫേസ് അല്ല അത്. കാരണം നമ്മൾ ജസ്റ്റ് ഇനിയും 3 മാസം നമ്മുടെ മുമ്പിൽ ഇരിപ്പുണ്ട്. ഇനിയും നമുക്ക് അടുത്ത് എന്ത് കൂടുതൽ ചെയ്യാൻ പറ്റുന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറയേണ്ടത്. നമ്മൾ എന്ത് ചെയ്തു, നമ്മളെ മുമ്പിൽ എന്തുവായിരുന്നു, നമ്മുടെ പിമ്പിൽ എന്തുവാണെന്ന് നമ്മളൊന്നും അറിയേണ്ട സമയമല്ല. അതായത് നമ്മൾ എന്തോ ഇനി ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇനി പ്ലാൻ ചെയ്യുന്നത്, അതിനനുസരിച്ചായിരിക്കും നമ്മുടെ വിക്ടറി. സോ ഫിസിക്സ് ആണെങ്കിൽ എനിക്ക് ബേസിക്കലി എൻ്റെ ഒരു മെയിൻ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഫിസിക്സ് ആയിരുന്നു. ഫിസിക്സിൽ നല്ലൊരു വീക്ക് ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാൻ ഒത്തിരി അതിൻ്റെ പുറകിൽ ഞാൻ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്ത ഒരു സ്റ്റുഡൻ്റാണ്. കാരണം എൻ്റെ മെയിനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് മാത്സ് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലായിരുന്നു, ഒരു ബേസ് ഇല്ലായിരുന്നു എനിക്ക്. അതുകൊണ്ട് നമ്മുടെ മോക്ക് എക്സാംസ് ആയിക്കോട്ടെ, നമ്മളത് തീർച്ചയായിട്ടും അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഒരിക്കലും നമ്മളൊരു എക്സാം സ്കിപ്പ് ചെയ്യല്ലേ, എല്ലാ എക്സാമും അറ്റംപ്റ്റ് ചെയ്യുക. വളരെ ക്രൂഷ്യലാണ്. കാരണം എല്ലാ ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കാണുന്ന ഓരോ ക്വസ്റ്റ്യനും നമ്മൾ ഫൈനൽ നീറ്റ് ഹോളിൽ വരികയായിരിക്കും നമ്മൾ എപ്പോഴും ബ്രില്യൻ്റ് ഓർക്കും കാരണം ഈ ക്വസ്റ്റ്യൻ നമ്മൾ ആ സമയത്ത് കണ്ടുകൊണ്ടാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇത്രയും ഫെമിലിയർ ആയിട്ട് വെറും 1 മിനിറ്റ് കൊണ്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുന്നത്. ആ ഒരു സിറ്റുവേഷൻ എത്തുന്ന മെയിൻ റീസൺ തന്നെ ബ്രില്യൻ്റ് ആണ്. ബ്രില്യൻ്റ് എൻ്റെ ലൈഫിൽ വളരെ ഒരു ബിഗ് റോളാണ് പ്ലേ ചെയ്തത്. വളരെ ഒരു ബിഗ് റോള്. എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് ബ്രില്യനോട് നന്ദി പറയാതെ എനിക്ക് പോകാൻ പറ്റത്തില്ല. കാരണം വലിയൊരു റോളാണ് എൻ്റെ ലൈഫിൽ പാലിച്ചത്. ഹായ് ഓൾ, 2025 നീറ്റിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെല്ലാവരും. നിങ്ങളെയൊക്കെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷം ബ്രില്യൻറ്റിൽ പഠിച്ചിറങ്ങിയ ഒരു മിടുക്കനായ വിദ്യാർത്ഥി ജെഫ്രി ഇന്ന് നമ്മോടൊപ്പം ഉണ്ട്. ജെഫ്രി, തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാർത്ഥികളെല്ലാവരും ഈ ഒരു സമയത്തിലൂടെ കടന്നു പോകുമ്പോൾ നീറ്റ് 2024 വിജയിച്ച വിദ്യാർത്ഥികളുടെ വാക്കുകൾ കേൾക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവസാനത്തെ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് അവർക്കറിയണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിദ്യാർത്ഥികളോട് പറയാനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പറഞ്ഞു തുടങ്ങേണ്ട ആദ്യ കാര്യം എന്ന് പറയുന്നത് ജെഫ്രിയുടെ നാട്, വീട്ടിലാരൊക്കെയുണ്ട്, ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു ജെഫ്രി? തീർച്ചയായിട്ടും എൻ്റെ പേരെന്ന് പറഞ്ഞാൽ ജെഫ്രി സോഫി ജോൺ ആണ്. ഞാൻ നീറ്റ് റിപ്പീറ്റർ സ്റ്റുഡൻ്റ് ആണ്. ഞാൻ 1 ഇയർ ഇവിടെ റിപ്പീറ്റ് ചെയ്ത ഒരു സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ പേരൻസ്, എൻ്റെ അപ്പയുടെ പേര് സോഫി ജോൺ, എൻ്റെ അമ്മയുടെ പേര് ജിബി ജോൺ തോമസ്. എൻ്റെ നാട് ചെങ്ങന്നൂരാണ്. പക്ഷേ ഐ വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് അബ്രോഡ്. സോ എൻ്റെ പേരൻസ് ഇപ്പോഴും കുവൈറ്റിലാണ്, പുറത്താണ്. മൈ മോം വർക്ക്സ് ആസ് എ നഴ്സ് ആൻഡ് എൻ്റെ അപ്പ ഒരു എഞ്ചിനീയർ ആണ് അവിടെ. രണ്ടുപേരും സുഖമായിട്ട് പോകുന്നു. എനിക്കൊരു ചെറിയൊരു അനിയനുണ്ട്, 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവനും ബ്രില്യൻറ്റിലായിട്ട് കീനായിട്ടൊരു ഫൗണ്ടേഷൻ പ്രോഗ്രാം പോലെ അവൻ നോക്കുന്നുണ്ട്. ഇതുവരെ ആയിട്ടില്ല. ഓൺ ദ വേ, ഹീസ് ഓൺ ദ വേ. സോ അഡ്വൈസ് ചെയ്യുന്നുണ്ട് കോൺസ്റ്റന്റ്ലി വരാൻ. ഏറ്റവും വലിയ മാതൃകയാണ്. തീർച്ചയായിട്ടും അവൻ എൻ്റെ ഫുഡ് സ്റ്റെപ്സ് ഒത്തിരി അവൻ എന്നെ ഒരു റോൾ മോഡലായിട്ട് കാണുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. തീർച്ചയായിട്ടും ഞാൻ അതിനോട് യോജിക്കുന്നു. അപ്പോൾ നല്ല ആത്മാർത്ഥമായിട്ട് പഠിച്ചൊരു മിടുക്കനായ വിദ്യാർത്ഥിയാണ്. നിങ്ങളിപ്പോൾ കടന്നു പോകുന്നൊരു മാനസികാവസ്ഥയുണ്ടല്ലോ, നീറ്റ് കിട്ടുമോ, അല്ലെങ്കിൽ ചെറിയൊരു കൺഫ്യൂഷൻ, ചെറിയൊരു ടെൻഷൻ, ഇതിനെയൊക്കെ അതിജീവിച്ച് നിങ്ങളെപ്പോലെയൊക്കെ തന്നെ വിജയത്തിലെത്തിയ മിടുക്കനാണ് ജെഫ്രി. അപ്പോൾ തീർച്ചയായിട്ടും ജെഫ്രി കടന്നുപോയ ആ ഒരു കാലയളവൊക്കെ നമ്മളോട് പങ്കുവയ്ക്കും. തീർച്ചയായിട്ടും ജെഫ്രി, ഇനി നമ്മുടെ വിദ്യാർത്ഥികളുടെ മുൻപിലുള്ളത് ഒരു 3 മാസം മാത്രമാണ്. അതെ, 3 മാസം അടുത്തുള്ളൂ എന്ന് തന്നെ പറയണം. തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഒരു സമയത്ത് വിദ്യാർത്ഥികളുടെ എല്ലാ മനസ്സിലും ഒരുപാട് ചിന്തകൾ പോവാറുണ്ട് അല്ലെ? ജെഫ്രി ശരിക്കും അത് ഫീൽ ചെയ്ത ഒരാളാണ്. ജെഫ്രിയും ഇതേ പീരീഡിലൊക്കെ കടന്നു പോയിട്ടുണ്ട് അല്ലെ? അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ലാസ്റ്റ് ടൈം പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു ജെഫ്രിയുടെ എന്നൊക്കെയുള്ളത് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. തീർച്ചയായിട്ടും എൻ്റെ ലാസ്റ്റ് 3 മാസത്തെ പ്രിപ്പറേഷൻ കഥ ഞാൻ പറയാം. ആക്ച്വലി സോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ വേറിട്ടൊരു അപ്രോച്ചിൽ കൂടെയാണ് ഞാൻ ആക്ച്വലി ഈ സബ്ജക്റ്റ് ഞാൻ ഡീൽ ചെയ്തത്. ഓക്കെ, സോ ഫിസിക്സ് ആണെങ്കിൽ എനിക്ക് ബേസിക്കലി എൻ്റെ ഒരു മെയിൻ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഫിസിക്സ് ആയിരുന്നു. ഫിസിക്സിൽ നല്ലൊരു വീക്ക് ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാൻ ഒത്തിരി അതിൻ്റെ പുറകിൽ ഞാൻ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്ത ഒരു സ്റ്റുഡൻ്റാണ്. കാരണം എൻ്റെ മെയിനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് മാത്സ് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലായിരുന്നു, ഒരു ബേസ് ഇല്ലായിരുന്നു എനിക്ക്. സോ ഞാനായിട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ കൂടുതൽ ഇക്വേഷൻസ് ഞാൻ പഠിച്ചു, ഞാൻ കോൺസെപ്റ്റ് മനസ്സിലാക്കി. തീർച്ചയായിട്ടും ബ്രില്യൻ്റെ ക്ലാസ്സസ് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഫാക്കൽറ്റി ആണെങ്കിലും ഈ ലേണിംഗ് ആപ്പ് ആണെങ്കിലും എനിക്ക് മനസ്സിലാവാത്ത ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു. ഞാൻ വൈകുന്നേരം വന്നിട്ട് ആ ക്ലാസ് വൈകുന്നേരം വന്ന് കണ്ടിട്ട്
എന്നിട്ട് മനസ്സിലാവാത്ത ടോപ്പിക്ക് വീണ്ടും വീണ്ടും കണ്ട് അതിലെ ഇക്വേഷൻസ് എന്തുവാ, അതിൻ്റെ കോൺസെപ്റ്റ് എന്തുവാ എന്നെല്ലാം മനസ്സിലാക്കി പതുക്കെ പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അവസാനത്തെ നിമിഷം വരെ ഞാൻ കടന്നുപോയിട്ട് അവസാനത്തെ നിമിഷത്തിൽ ഞാൻ ഫൈനൽ ഇക്വേഷൻസ് എന്തുവാന്ന് എല്ലാം മനസ്സിലാക്കി, ഫൈനൽ കോൺസെപ്റ്റ് എന്തുവാന്നെല്ലാം ഫൈനൽ ഒരു തറവ് ബ്രഷപ്പ് ചെയ്തു. എന്നിട്ട് ഞാൻ കൂടുതൽ മോക്ക് എക്സാംസ് ഒക്കെ സോൾവ് ചെയ്യാൻ തുടങ്ങി. കെമിസ്ട്രി ആണെങ്കിൽ ഇൻഓർഗാനിക്, ഫിസിക്കൽ, അത് ആൻഡ് ആസ് വെൽ ആസ് ഓർഗാനിക്. ഓക്കെ, ആൻഡ് ഇൻഓർഗാനിക് എന്ന് പറഞ്ഞാൽ പക്ക NCERT നമ്മൾ തറവായിട്ട് പഠിക്കുക. NCERT ആണ് നമ്മുടെ ബൈബിള്, NCERT ആണ് നമ്മുടെ ഖുറാൻ, NCERT ആണ് നമ്മുടെ ഭഗവത്ഗീത. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ 3 സബ്ജക്റ്റിലെ NCERT ബേസ് ഉണ്ടെങ്കിലും കെമിസ്ട്രിയിൽ ഇൻഓർഗാനിക്കിന് വളരെ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഒരു ഭാഗമാണ് NCERT. സോ അതിൽ കൂടെ നമുക്ക് മനസ്സിലാവേണ്ടതെന്ന് വെച്ചാൽ ഈച്ച് ലൈൻ ബൈ ലൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ലൈനും നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി അതിലെ കണ്ടൻറ്റ് എന്തുവാന്ന് മനസ്സിലാക്കി നമ്മൾ വായിച്ചാലേ നമുക്ക് എന്തുവാന്നത് മനസ്സിലാവത്തുള്ളൂ. ഫിസിക്കൽ കെമിസ്ട്രി എന്ന് വെച്ചാൽ നമ്മൾ ഫിസിക്സ് ഡീൽ ചെയ്യുന്ന പോലെ തന്നെ ഇക്വേഷൻസ് എല്ലാം മനസ്സിലാക്കി നമ്മൾ പഠിക്കുക, അതിൻ്റെ പുറയിലുള്ള കോൺസെപ്റ്റ് എന്തുവാന്ന് മനസ്സിലാക്കുക, നമ്മൾ ഇക്വേഷൻസ് എല്ലാം എഴുതി പഠിക്കുക, കൂടുതൽ പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യുക, കൂടുതൽ മോക്ക് എക്സാംസ് ചെയ്യുക. ഓർഗാനിക്കിൽ നെയിം റിയാക്ഷൻസ് നല്ല പ്രയോറിറ്റി കൊടുക്കുക. നല്ല നെയിം റിയാക്ഷൻസ് എല്ലാം മനസ്സിലാക്കി അതിൻ്റെ പുറയിലുള്ള എന്തുവാ, അതിൻ്റെ കണ്ടൻറ്റ് എന്തുവാന്നെല്ലാം മനസ്സിലാക്കി, അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് സ്റ്റെപ്സ് എന്തുവാന്ന് മനസ്സിലാക്കി, എല്ലാ ഇക്വേഷൻസും നമ്മൾ എഴുതി ഡോട്ട്സ് കണക്ട് ചെയ്ത് സ്ലോലി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മളത് ബിൽഡ് ചെയ്ത് നമ്മളൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രി നമ്മൾ നിലനിർത്തണം. ബയോളജി ഓൺ ദി അതർ ഹാൻഡ് പക്ക NCERT ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ബയോളജി. NCERTക്ക് പുറത്തൊന്നും ചോദിക്കാറില്ല ആൻഡ് ഇറ്റ് ഹാസ് വെരി മച്ച് ഹൈ വെയിറ്റേജ് എന്ന് വിചാരിച്ച് NCERTയുടെ പുറത്ത് നമ്മൾ വേറെ ബുക്സ് റെഫർ ചെയ്യണമെന്നല്ല. ബ്രില്യനിൽ എന്ത് പഠിപ്പിക്കുന്നോ അത് കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുക. ബ്രില്യനിലെ ക്ലാസ്സസ് എല്ലാം വളരെ എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അവർക്കറിയാം എങ്ങനെ ക്വസ്റ്റ്യൻസ് എങ്ങനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത്, എങ്ങനെ അതിൻ്റെ ക്വസ്റ്റ്യൻസ് വരാൻ പറ്റും, ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസാണ്, ഏത് മോഡൽ ക്വസ്റ്റ്യൻസാണ് വരാൻ പറ്റുന്നത്, അതെല്ലാം ഡീൽ ചെയ്യാൻ പറ്റും. സോ NCERT വായിക്കുക, കൂടുതൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. അങ്ങനെയാണ് ഈച്ച് സബ്ജക്റ്റ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ജെഫ്രി, ബ്രില്യൻറ്റിൽ ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്. 2 വർഷമായിട്ട് ബ്രില്യൻറ്റിൻ്റെ ഭാഗമായ +1 +2 ബ്രില്യൻറ്റിൻ്റെ ഭാഗമായ വിദ്യാർത്ഥികളുണ്ട്. ആൻഡ് കൂടുതലും റിപ്പീറ്റേഴ്സ് വിദ്യാർത്ഥികളാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ ഇത്രയും നാളായിട്ട് പഠിച്ചിട്ടും ഈ ഒരു അവസാന നിമിഷത്തിലേക്ക് എത്തുമ്പോൾ ഞങ്ങൾക്ക് ഇനിയും റിവൈസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. എല്ലാം ഒരിക്കൽ കൂടി ഒന്ന് അതിലൂടെ കണ്ണോടിച്ച് പോകണം, എല്ലാം ഒരിക്കൽ കൂടി റിക്കളക്ട് ചെയ്തെടുക്കണം. അത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ? ചില കുട്ടികളൊക്കെ കുറച്ചൊന്ന് മറന്നു പോകുന്നുണ്ടാവാം ചാപ്റ്റേഴ്സും മറ്റു കാര്യങ്ങളുമൊക്കെ. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു റിവിഷനിലൂടെ കടന്ന് എങ്ങനെ പോകണം എന്നുള്ളതാണ് ജെഫ്രിയുടെ ലൈഫിൽ നിന്ന് മനസ്സിലാക്കിയത്. എൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് വെച്ചാൽ ഞാൻ ഷോർട്ട് നോട്ട്സ് ഒത്തിരി പ്രിപ്പയർ ചെയ്യുമായിരുന്നു. ഞാൻ ഫിസിക്സ് ആണെങ്കിൽ ഞാനൊരു ഇക്വേഷൻ ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഫിസിക്കൽ കെമിസ്ട്രി ആണെങ്കിലും എനിക്കൊരു ഇക്വേഷൻ ബുക്ക് ഉണ്ടായിരുന്നു. ഓർഗാനിക് കെമിസ്ട്രി ആണെങ്കിലും എനിക്കൊരു നെയിം റിയാക്ഷൻസ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ബുക്ക് ഉണ്ടായിരുന്നു. ഇൻഓർഗാനിക് ആണെങ്കിൽ ഞാൻ നോട്ട്സ് എല്ലാം വെച്ചാണ് റിവൈസ് ചെയ്തത്. ബയോളജി ആണെങ്കിൽ ടെക്സ്റ്റ് വായിക്കുക. സോ റിവിഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യത്തിനും കൊണ്ട് നിങ്ങൾക്ക് സമയമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് എല്ലാവർക്കും ഡീൽ ചെയ്യാനും മൾട്ടിപ്പിൾ റിവിഷൻസ് ചെയ്യാനുള്ള ഒത്തിരി സമയമുണ്ട്. കാരണം ഞാനും ഈ ഫേസിൽ കൂടെ ഞാൻ കടന്നു പോയത്. ഞാനും വിചാരിച്ചിട്ടുണ്ട് എങ്ങനെ റിവിഷൻ ചെയ്യും, എങ്ങനെ ഇതെല്ലാം ചെയ്യാൻ പറ്റും, എന്നെ കൊണ്ട് ഇതെല്ലാം പറ്റുമോ എന്ന് ഞാൻ ശരിക്കും വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഒരിക്കലും നമ്മൾ ഗിവ് അപ്പ് ചെയ്യേണ്ട ഒരു ഫേസ് അല്ല അത്. കാരണം നമ്മൾ ജസ്റ്റ് ഇനിയും 3 മാസം നമ്മുടെ മുമ്പിൽ ഇരിപ്പുണ്ട്. നമ്മൾ ഇനിയും നമുക്ക് അടുത്ത് എന്ത് കൂടുതൽ ചെയ്യാൻ പറ്റുമെന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയേണ്ടത്. നമ്മൾ എന്ത് ചെയ്തു, നമ്മളെ മുമ്പിൽ എന്തുവായിരുന്നു, നമ്മുടെ പിമ്പിൽ എന്തുവാണെന്ന് നമ്മളൊന്നും അറിയേണ്ട സമയമല്ല. അതായത് നമ്മൾ എന്തോ ഇനി ചെയ്യേണ്ടത്, നമ്മുടെ എങ്ങനെയാണ് ഇനി പ്ലാൻ ചെയ്യുന്നത്, അതിനനുസരിച്ചായിരിക്കും നമ്മുടെ വിക്ടറി. സോ നമ്മൾ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് നല്ലൊരു ഓപ്ഷനാണ്. കാരണം ഷോർട്ട് നോട്ട്സ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എവിടെ ഇരുന്നാണെങ്കിലും നമുക്ക് റെഫർ ചെയ്യാം. അതെ, ഏറ്റവും പെട്ടെന്ന് നമുക്ക് ഫുള്ള് 2 വർഷത്തെ ടോപ്പിക്ക് ഇത്രയും വാസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഒത്തിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അതേ സമയത്ത് നമുക്ക് ഷോർട്ട് നോട്ട്സ് ആണെങ്കിൽ, ഇക്വേഷൻ ബുക്സ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്ന് ഓടിച്ച് നോക്കാം. നമുക്കൊരു ടോപ്പിക്ക് പെട്ടെന്ന് നമ്മൾ മറന്നുപോയി, ഒരു ചാപ്റ്ററിലെ ഇക്വേഷൻസ് നമ്മൾ മറന്നുപോയി. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് റിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം, ഈ ഇക്വേഷൻസ് നമ്മൾ മനസ്സിലാവുന്നുണ്ടല്ലോ, ഇതെല്ലാം നമ്മുടെ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് കുറച്ചുകൂടെ കൂടും. കാരണം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ വീണ്ടും നമ്മൾ പരിചയമാകുമ്പോഴാണ് നമുക്ക് ശരിക്കും നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നത്. നമ്മളുള്ള കാര്യം, നമ്മൾ ഇതുവരെ പ്രിപ്പയർ ചെയ്ത കാര്യം നമ്മൾ പിന്നെയും മെച്ചപ്പെടുത്തുവാണ്. അതാണ് നമ്മുടെ ഫൈനൽ 3 മാസത്തെ നമ്മുടെ സ്ട്രാറ്റജി. നമ്മളുള്ളത്, നമ്മൾ സ്ട്രോങ് ആയിട്ടൊരു ഫൗണ്ടേഷൻ ഉള്ളത്, നമ്മൾ ഫൈനലായിട്ട് നമ്മളൊരു ബിഗ് ഷോയിൽ നമ്മൾ എൻഡ് ചെയ്യാൻ പോവാണ്. സോ അതായിരുന്നു എൻ്റെ സ്ട്രാറ്റജി. ഞാൻ അതാണ് ഫോളോ ചെയ്തത്. ബയോളജി ഓൺ ദി അതർ ഹാൻഡ് നമ്മൾ തീർച്ചയായിട്ടും NCERT വായിക്കണം. അത് ഒത്തിരി വായിക്കാനായിട്ടില്ല, നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി വായിച്ചാൽ മതി, കൂടുതൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്താൽ മതി. അതുവഴി നമുക്ക് ബയോളജി തീർച്ചയായിട്ടും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. 3 സബ്ജക്റ്റ് ഈക്വലി നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ജെഫ്രി, ഈ ഒരു പഠിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു.
അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഒരു കുട്ടിയുടെ മെന്റൽ ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറയുന്നത്. സ്പെഷ്യലി ഈ ഒരു എക്സാം ഒക്കെ എടുക്കുന്ന സമയത്ത് അല്ലേ, നമ്മൾ ഭയങ്കര പ്ലസന്റ് ആയിട്ട് ആക്റ്റീവായിട്ട് ഇരുന്നെങ്കിൽ മാത്രമേ ആക്റ്റീവായിട്ട് റിസൾട്ട് കിട്ടുന്ന രീതിയിൽ നമുക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ, ഒരു തളർച്ചയും കൂടാതെ. അപ്പോൾ ജെഫ്രി ഈ ഒരു സമയത്ത്, എനിക്ക് ജെഫ്രിയോട് സംസാരിക്കുമ്പോൾ തന്നെ ഭയങ്കര പോസിറ്റീവ്, ആ ഒരു സമയത്ത് നല്ല എനർജറ്റിക് ആയിട്ടിരിക്കുന്ന ആളാണെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജെഫ്രിയോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ആ ഒരു സമയത്തെ മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ഒക്കെ നമ്മളിങ്ങനെ ബിൽഡ് ചെയ്തെടുത്തു, എങ്ങനെ ആയിരിക്കണം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും പലരും വിചാരിക്കുന്ന ഒരു ഇതെന്ന് വെച്ചാൽ നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് ഇതിനൊരു വലിയൊരു റോളില്ല, നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിന് ഇതിനൊരു റോളില്ല എന്നാണ് പലരുടെ വിചാരം. പക്ഷേ അതേ സമയത്ത് ഇതിനെല്ലാം ഭയങ്കര പ്രയോറിറ്റീസ് ഉണ്ട്. നമ്മുടെ അക്കാഡമിക്സ് അല്ലാതെ തന്നെ നമ്മുടെ സ്വയമായിട്ടുള്ള നമ്മുടെ ഇൻഡിവിജ്വൽ ഹെൽത്ത് നമ്മൾ ശരിക്കും ടേക്ക് കെയർ ചെയ്യേണ്ട ഒരു ക്രൂഷ്യൽ മൂമെൻ്റ് ആണ് ഈ 3 മാസ സമയം. ഞാൻ പ്രത്യേകിച്ച് ഉറക്കം ഒട്ടും കോംപ്രമൈസ് ചെയ്യാത്ത ഒരാളായിരുന്നു. ഞാൻ ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് സ്ലീപ്പ് കിട്ടുന്ന ഒരാളായിരുന്നു. ഞാൻ എൻ്റെ പറ്റുന്ന രീതിയിൽ ഞാൻ എവിടെ കിട്ടിയാലും ഒരു 5 മിനിറ്റ് ആയിക്കോട്ടെ, ഒരു പവർ നാപ്പ് ആണേ പവർ നാപ്പ് അങ്ങനെ എടുത്ത് ഞാൻ പഠിച്ച ഒരാളാണ്. കാരണം നമ്മൾ ഒരിക്കലും ഉറക്കം ഒളിച്ച് പഠിക്കേണ്ട സമയമല്ല. നമ്മൾ പഠിച്ചാൽ നമ്മളിൽ തന്നെ കോൺഫിഡൻസ് ഉണ്ടാവണം. പിന്നെ നല്ലപോലെ ഭക്ഷണം കഴിക്കണം, നല്ലപോലെ ഫ്രണ്ട്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കിട്ടുന്ന ചെറിയ സ്പേസസ് ആണ്, അറിയാം എല്ലാവർക്കും ആർക്കും സ്പേസസ് കാണത്തില്ല. ഒത്തിരി ഹെക്റ്റിക് ആയിട്ടുള്ള ഷെഡ്യൂളാണ്, എക്സാംസ് ആണ്, ഒത്തിരി പ്രിപ്പയർ ആണ്. പക്ഷേ കിട്ടുന്ന ചിലപ്പം നമ്മുടെ ഡിന്നർ ടൈമിന് നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ചെറിയ സമയമായിരിക്കും. വെറും 5 മിനിറ്റ് ആണെങ്കിലും നമ്മുടെ മെൻ്റൽ ഹെൽത്തിൽ അത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്തത്. എനിക്ക് ഓവർ തിങ്കിങ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതെല്ലാം മറികടന്ന് എൻ്റെ കൂടെയുള്ള സഹപാഠികളിലൂടെയാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം സംസാരിച്ച്, ആരോടാണേലും നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഒരാളുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവരോട് സംസാരിച്ച് നമ്മുടെ പ്രോബ്ലംസ് ഷെയർ ചെയ്ത്, ആരോടാണെങ്കിലും നമ്മൾ കംഫർട്ടബിളായിട്ട് സംസാരിച്ച് നമ്മളെല്ലാ കാര്യങ്ങളും അവരെക്കുറിച്ച് മനസ്സിലാക്കി, നമ്മുടെ കാര്യങ്ങൾ അവർ മനസ്സിലാക്കി, നമ്മൾ തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഹെൽപ്പ് ചെയ്ത് നമ്മൾ ഇൻഡിവിജ്വലായിട്ട് നമ്മൾ ഫുള്ളി ഒരു കംപ്ലീറ്റ് ഇൻഡിവിജ്വലായിട്ട് ഇരിക്കണം. കാരണം ഇതാണ് നമ്മുടെ ലാസ്റ്റ് 3 മന്ത്സ് ആണ് നമ്മുടെ ക്രൂഷ്യൽ എമൗണ്ട് ഓഫ് ടൈമാണ്, നമ്മുടെ ക്രൂഷ്യൽ മൂമെൻറ്റ്സ് ആണ്. സോ ഈ സമയത്ത് നമ്മുടെ മെൻ്റൽ ഹെൽത്ത്, നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് നോക്കിയില്ലെങ്കിൽ നമ്മൾ ശരിക്കും നോക്കേണ്ട ഒരു സമയമാണ്. നമ്മൾ ശരിക്കും നോക്കണം, നമ്മളത് ശരിക്കും പാലിക്കണം. നമ്മൾ ഒരു ഫിക്സ് ടൈം ടേബിൾ ഉണ്ടാക്കണം. ഗെറ്റ് അഡിക്വേറ്റ് എമൗണ്ട് ഓഫ് സ്ലീപ്പ്, നല്ലപോലെ ഉറങ്ങുക, നല്ലപോലെ ഫുഡ് കഴിക്കുക. ഇപ്പോൾ തീർച്ചയായിട്ടും ബ്രില്യൻ സ്റ്റഡി സെന്ററിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഒരു വർഷം, അല്ലെങ്കിൽ 2024 നീറ്റ് എന്ന് പറയുന്നത് വളരെ നിർണായകമായ ഒരു വർഷമായിരുന്നു. ഒരുപാട് സന്തോഷം നൽകിയ വർഷമായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. കാരണം ഓൾ ഇന്ത്യ റാങ്ക് 1ാം റാങ്ക് നമുക്ക് ലഭിക്കുന്നു. അതുപോലെ നിങ്ങളെപ്പോലെ ഒരുപാട് മിടുക്കരായ വിദ്യാർത്ഥികൾ, നിങ്ങൾ പറയുകയാണെങ്കിൽ 5100-ലധികം വിദ്യാർത്ഥികളാണ് ഈ ഒരു വർഷം മാത്രം MBBS സീറ്റ് കരസ്ഥമാക്കി ബ്രില്യൻറ്റിൽ നിന്നും പടിയിറങ്ങിയിരിക്കുന്നത്. അതിലൊരാളാണ്, ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥിയാണ്. എപ്പോഴും നിങ്ങളെയൊക്കെ പ്രതിനിധീകരിച്ചുകൊണ്ട് തന്നെയാണ് ബ്രില്യൻറ്റ് എപ്പോഴും അഭിമാനിക്കാറുള്ളത്. ഒരു സെൽഫായിട്ട് ബ്രില്യൻറ്റിന് ഒരു അഭിമാനമുണ്ടെങ്കിൽ അത് വിദ്യാർത്ഥികൾ കാരണമാണെന്ന് എപ്പോഴും നമ്മുടെ ഡയറക്ടേഴ്സൊക്കെ പറയാറുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ ഈ ഒരു ലാസ്റ്റ് ടൈമിലൊക്കെ സമയത്ത്, അല്ലെങ്കിൽ ബ്രില്യൻറ്റിലേക്ക് വന്ന ഭാഗമായിരുന്ന സമയത്ത്, അബ്രോഡൊക്കെ പഠിച്ച ആളാണ്, പുറത്തുനിന്നൊക്കെ വന്ന് ബ്രില്യൻറ്റിൻ്റെ ഇവിടെ വന്ന് പഠിക്കുമ്പോൾ അനുഭവിച്ചറിഞ്ഞൊരു ബ്രില്യൻ്റ് ഉണ്ടല്ലോ, ശരിക്കും ഫീൽ ചെയ്തൊരു ബ്രില്യൻ്റ്, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഫ്രം ഹാർട്ട്? ബ്രില്യൻ്റ് എൻ്റെ ലൈഫിൽ വളരെ ഒരു ബിഗ് റോളാണ് പ്ലേ ചെയ്തത്, വളരെ ഒരു ബിഗ് റോള്. എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് ബ്രില്യനോട് നന്ദി പറയാതെ എനിക്ക് പോകാൻ പറ്റത്തില്ല. കാരണം വലിയൊരു റോളാണ് എൻ്റെ ലൈഫിൽ പാലിച്ചത്. ബ്രില്യൻ്റ് ആണെങ്കിൽ നമ്മുടെ ഫാക്കൽറ്റി ആണെങ്കിലും നല്ലപോലെ നമ്മുടെ ഡൗട്ട് ക്ലിയറിങ് സെഷൻസ് ആണെങ്കിൽ നല്ല പേഷ്യൻ്റായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം മനസ്സിലാക്കി, നമ്മൾ എന്തുവാന്ന് നമ്മൾ പറയുന്ന അവർ മനസ്സിലാക്കി, നമുക്ക് അഡിക്വേറ്റ് ആയിട്ടുള്ളൊരു നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് ഒരു റിപ്ലൈ തന്ന് എങ്ങനെ ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ടത് എല്ലാം പേഷ്യൻ്റായിട്ട് നല്ല കൈൻഡ് ആൻഡ് ഫ്രണ്ട്ലി ഫാക്കൽറ്റിയാണ്. ക്യാമ്പസ് ആണെങ്കിലും നല്ലൊരു ഫ്രണ്ട്ലി ക്യാമ്പസാണ്, നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഒരിക്കലും ഒരു ബേർഡൻ ആവാതെ ഇരിക്കാൻ, നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാതിരിക്കാൻ അവർ മാക്സിമം അവരുടെ ഭാഗത്ത് നിന്ന് അവർ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വലിയൊരു ഭാഗമാണ് എൻ്റെ ലൈഫിൽ. പ്രത്യേകിച്ച് എൻ്റെ പേഴ്സണലി ഞാൻ പറയുവാണെങ്കിൽ ഒത്തിരി വലിയൊരു മേജർ റോളാണ് എൻ്റെ ലൈഫിൽ ബ്രില്യൻ്റ് പ്ലേ ചെയ്തിട്ടുള്ളത്. പിന്നെ മോഡൽ എക്സാമിൻ്റെ സമയത്തോട്ട് കടന്നപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി സോളി ഞാൻ റിലൈ ചെയ്തത് എൻ്റെ മോഡൽ എക്സാംസിനോടും എൻ്റെ മോക്ക് എക്സാംസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും മാത്രമാണ്. ബ്രില്യൻ്റ് മാത്രം ഫോളോ ചെയ്താൽ മതി. അവർക്കറിയാം, ദേ ഹാവ് ദി എക്സ്പീരിയൻസ്. അവർക്ക് 40 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൽറ്റീസും പിന്നെ അതുപോലെ തന്നെ ഇവിടെയുള്ള സ്റ്റാഫും ഇവിടെയുള്ള എല്ലാ ആൾക്കാരും നമ്മളെ ഹെൽപ്പ് ചെയ്യും, നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും എപ്പോഴും. അതുകൊണ്ട് നമ്മുടെ മോക്ക് എക്സാംസ് ആയിക്കോട്ടെ, നമ്മളത് തീർച്ചയായിട്ടും അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഒരിക്കലും നമ്മളൊരു എക്സാം സ്കിപ്പ് ചെയ്യല്ല, എല്ലാ എക്സാമും അറ്റംപ്റ്റ് ചെയ്യുക. വളരെ ക്രൂഷ്യലാണ്. കാരണം നമ്മൾ
എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കാണുന്ന ഓരോ ക്വസ്റ്റ്യനും നമ്മൾ ഫൈനൽ നീറ്റ് ഹോളിൽ വരികയായിരിക്കും നമ്മൾ എപ്പോഴും ബ്രില്യൻറ്റ് ഓർക്കും നമ്മൾ. കാരണം ഈ ക്വസ്റ്റ്യൻ നമ്മൾ ആ സമയത്ത് കണ്ടുകൊണ്ടാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇത്രയും ഫെമിലിയർ ആയിട്ട് വെറും 1 മിനിറ്റ് കൊണ്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുന്നത്. ആ ഒരു സിറ്റുവേഷൻ എത്തുന്ന മെയിൻ റീസൺ തന്നെ ബ്രില്യൻ്റ് ആണ്. ബ്രില്യൻ്റ് വലിയൊരു റോളാണ് പ്ലേ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഡൗട്ട് ഉണ്ടാവേണ്ട. കാരണം ഇവർ ശരിക്കുള്ള നേരായ വഴിയിലാണോ നമ്മളെ നടത്തുന്നത്. കാരണം ഇവർക്ക് നല്ലപോലെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇവർ നമ്മൾ പറയുന്ന പോലെ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് പതുക്കെ അതെല്ലാം മനസ്സിലാക്കി നമ്മൾ എക്സാംസ് എല്ലാം സോൾവ് ചെയ്ത് അതിന് വേണ്ടിയുള്ള ആഡക്വേറ്റ് പ്രിപ്പറേഷൻ ചെയ്യുക. നമ്മൾ ഒന്നിനെയും കുറിച്ച് ഒരു ഡൗട്ടും ഉണ്ടാവണ്ട. പിന്നെ എനിക്ക് വളരെ നന്ദി പറയാനുള്ളൊരു മനുഷ്യനാണ് എനിക്ക് ശിവൻ സാറ്. എൻ്റെ ലൈഫിൽ ഒരു ക്രൂഷ്യൽ റോളാണ് പ്ലേ ചെയ്തത്. പ്രത്യേകിച്ച് ഈ 720 വിത്ത് ബ്രില്യൻ എന്ന് പറഞ്ഞ ഷോ ആണെങ്കിലും എൻ്റെ നീറ്റ് പ്രിപ്പറേഷൻ സമയത്ത് ഞാൻ എല്ലാ വീഡിയോ ഞാൻ മടങ്ങാതെ കാണുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാൻ മാത്രമല്ല, എൻ്റെ ഫാമിലി ഉൾപ്പെടെ. എൻ്റെ ഫാമിലി ഞാനൊരു വീഡിയോ സ്കിപ്പ് ചെയ്ത് എൻ്റെ അവിടുന്ന് വിളിച്ച് പറയും, ആ വീഡിയോ വന്നിട്ടുണ്ട് വന്ന് കാണണമെന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു ഫോളോ ചെയ്താണ്. ശിവൻ സാറിന് പറയുന്ന അഡ്വൈസ് എല്ലാം നമ്മൾ കേൾക്കുക. ശിവൻ സാറിന് ഒത്തിരി വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതാണ്. പിന്നെ നമ്മുടെ കൗൺസിലിംഗ് സമയമാകുമ്പോഴും നമ്മുടെ കൂടെ എപ്പോഴും കാണും ബ്രില്യൻറ്റ്. എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇത് കഴിഞ്ഞിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിലും നമ്മുടെ കൂടെ താങ്ങും എപ്പോഴും ബ്രില്യൻറ്റ് കാണും. എല്ലാ വ്യക്തിയും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്യാമ്പസിലും. എല്ലാ ഫാക്കൽറ്റിയും, ഒത്തിരി അനവധി ഫാക്കൽറ്റിയുടെയും ആൾക്കാരുടെയും എല്ലാം പ്രാർത്ഥനകൾ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പം നിങ്ങൾ ഒന്നിനെയും കുറിച്ചൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒന്നിനെയും കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ധൈര്യമായിട്ട് നിങ്ങൾ എന്തോ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളിൽ തന്നെ ഫെയ്ത്ത് ഉണ്ടാവുക, ബ്രില്യൻറ്റിൽ ഫെയ്ത്ത് ഉണ്ടാവുക. ഇത്രയും നേരം നമ്മൾ നീറ്റ് 2025 ലക്ഷ്യം വെച്ച് മുന്നിലേക്ക് നീങ്ങുന്ന വിദ്യാർത്ഥികളുടെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഏറ്റവും നീഡഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ അവരുടെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറയുന്നത് ഒരു MBBS നീറ്റാണ്. നീറ്റ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഗേറ്റ് വേ, അല്ലെങ്കിൽ ഒന്ന് കടന്നു ചെല്ലാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗം മാത്രമാണല്ലോ. ഒരു MBBS സീറ്റ് കരസ്ഥമാക്കിയിട്ട് വളരെ ആത്മവിശ്വാസത്തോടെ ഭയങ്കര കോൺഫിഡൻറ്റോട് കൂടിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഇത്ര മാത്രമാണ്. ഒരു MBBS സീറ്റ് കിട്ടിയ ഒരു MBBS സ്റ്റുഡൻ്റ് ആയിട്ട് ഹൈദരാബാദ് എത്തി നിൽക്കുന്നു അല്ലേ? അപ്പോൾ ആ ഒരു സ്വപ്നം നേടിയ സന്തോഷത്തിൽ നിന്നുകൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു MBBS റാങ്കിനെ കുറിച്ച് പറയണം. MBBS എന്ന് പറയുന്ന ഒരു പുതിയൊരു ലോകമാണ്. നമ്മൾ ശരിക്കും ഒത്തിരി എക്സൈറ്റ്മെൻറ്റ്, ഒത്തിരി എക്സ്പെക്റ്റേഷൻസ് കൂടെ പോകുന്നതും ആ എക്സ്പെക്റ്റേഷൻസ് എല്ലാം പാലിക്കുന്ന ഒരു ഫീൽഡാണ് MBBS. അത് വേറൊരു പുതിയൊരു ലോകമാണ്. ഒത്തിരി എക്സൈറ്റിങ് കാര്യങ്ങളുണ്ട്. എനിക്കിപ്പോൾ 3 മാസമായിട്ടുള്ളൂ, പക്ഷേ ഒത്തിരി കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ പുതിയതായിട്ട് കണ്ടറിഞ്ഞ് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ MBBSിലോട്ട് ചെല്ലുവാണേലും നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇത്രയും നാളും നമ്മൾ സ്വപ്നം കണ്ട ഒരു കോളേജ് ലൈഫും നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സും നമ്മുടെ ഫാക്കൽറ്റി ആയിക്കോട്ടെ എല്ലാവരും നമ്മൾ ഈക്വലി നമ്മുടെ ലൈഫിലൊരു വലിയൊരു പങ്ക് പ്ലേ ചെയ്യുന്ന ഒരു ഇതാണ്. നമ്മുടെ 5 വർഷത്തെ യാത്രയിൽ എല്ലാവരും നമ്മുടെ കൂടെ കാണും. അപ്പം ഞാൻ എക്സ്പീരിയൻസ് എടുത്തോളം വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് MBBS. 3 മാസമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിക്കോട്ടെ. ഹൈദരാബാദ് ആണെങ്കിൽ നല്ലൊരു സിറ്റിയാണ്. ആക്ച്വലി നല്ലൊരു ലൈവ്ലി സിറ്റിയാണ്. എല്ലാവരും പോക്കും വരക്കും എല്ലാം ഉണ്ട്. സോ വളരെ നല്ലൊരു ലൈഫ് പാലിക്കുന്ന ആൾക്കാരാണ് അവിടുത്തെ ആൾക്കാരായിക്കോട്ടെ. നല്ല ലൈഫാണ്. പിന്നെ സബ്ജക്ട്സ് ആണെങ്കിലും അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി ആണ് എൻ്റെ 3 സബ്ജക്ട്സ് ഫസ്റ്റ് ഇയർ. അപ്പോൾ അതെല്ലാം നമ്മൾ പഠിക്കുമ്പോഴും നമുക്കിവിടെ ബയോളജി കിട്ടിയ ചെറിയ സ്ട്രോങ് ഫൗണ്ടേഷൻ കാണും. അപ്പോൾ ആ ഫൗണ്ടേഷനിൽ നമ്മുടെ അനാട്ടമിയും ഫിസിയോളജിയും ബയോകെമിസ്ട്രിയും എല്ലാം പതുക്കെ ബിൽഡ് ചെയ്ത് ആ സമയത്ത് ഞാൻ ശ്രീജിത്ത് സാറിൻ്റെ ഫോട്ടോസിന്തസിസ് റെസ്പിറേഷൻ ക്ലാസ് ഒക്കെ ഞാൻ ഓർക്കും. കാരണം ഈ റെസ്പിറേഷനും ഒക്കെ ഞങ്ങൾക്ക് ബയോകെമിസ്ട്രി ഞങ്ങൾക്ക് ഫസ്റ്റ് ഇയർ പഠിക്കാനായിട്ടുള്ളത്. അതുകൊണ്ട് ശ്രീജിത്ത് സാറിൻ്റെ കാര്യം എപ്പോഴും ഞാൻ ഓർക്കും. കാരണം സാറ് പഠിപ്പിച്ച ഓരോ ചെറിയ കാര്യങ്ങളുടെയും ഡീറ്റെയിൽഡ് വേർഷനാണ് ഞങ്ങൾ പഠിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഉള്ള ചില ഫാക്കൽറ്റികളുടെ ബേസ് ഉണ്ടല്ലോ, ആ ബേസ് തന്നെയാണ് ഞങ്ങളെ ഫ്യൂച്ചർ എൻഡേവേഴ്സിൽ കൂടെ ഞങ്ങൾ ഈ ഫ്യൂച്ചർ പഠിക്കുന്ന ഒരു പ്രോസസ്സിൽ കൂടെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നത്. ജെഫ്രി ഇപ്പോൾ ഹൈദരാബാദ് ചെന്നു, MBBS സീറ്റൊക്കെ കരസ്ഥമാക്കി. ഇതായിപ്പോൾ 3 മാസം പിന്നിട്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ജെഫ്രിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകിയ ഒരു കാര്യം എന്ന് ഞാൻ ചോദിച്ചാൽ എന്തായിരിക്കും ഏറ്റവും ആദ്യം പറയാൻ പറ്റുക? തീർച്ചയായിട്ടും നമ്മളൊരു ഡോക്ടറായി ഇരിക്കുന്ന സമയത്ത് നമ്മുടെ സീനിയർ ഡോക്ടേഴ്സൊക്കെ നമ്മൾ പേഷ്യൻസായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു സെഷൻ ഉണ്ട്. കാരണം ഞങ്ങൾക്ക് ആദ്യം തന്നെ ഞങ്ങൾക്കൊരു ഫാമിലി അഡോപ്ഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു സെഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ റൂറൽ വില്ലേജസിൽ പോവുക, നമ്മൾ ആൾക്കാരുടെ വിഷമങ്ങളെല്ലാം മനസ്സിലാക്കുക, അവരെക്കുറിച്ച് നമ്മൾ സർവേ എടുക്കുക, അതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി എങ്ങനെ മനുഷ്യർ നമ്മൾ ജീവിക്കുന്നതെന്ന് നമ്മളും അതിലൊരു ഭാഗമാണ്. അതാണ് നമ്മൾ മെയിനായിട്ട് കാണുന്നത്. പിന്നെ നമ്മൾ മെയിനായിട്ട് MBBSന് പോകുന്നത് നമ്മുടെ ഒരു ഹെൽപ്ഫുൾ ഒരു സർവീസ് മെൻറ്റാലിറ്റിയും കൊണ്ടാണല്ലോ. അപ്പം നമ്മൾ ആ പേഷ്യൻസിൽ കാണുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ നമ്മുടെ അടുത്ത് വരുമ്പോൾ
നമ്മളിൽ കാണുന്ന ഒരു റിലീഫ്, നമ്മളെ റിലൈ ചെയ്തുകൊണ്ടാണ്, നമ്മളെ ശരിക്കും സെക്കൻഡ് ദൈവങ്ങളായിട്ടാണ് നമ്മളെ കാണുന്നത്. ദൈവം കഴിഞ്ഞാൽ ഞങ്ങളാണ്, ഡോക്ടേഴ്സാണ്, നമ്മളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇൻഡിവിജ്വൽസ് ആയിട്ട് നമ്മൾ അവരുടെ കൂടെ നിൽക്കുന്നത്. സോ ആ സമയത്ത് അവർ ഹീലായി വരുമ്പോഴും അവരുടെ സന്തോഷമാണേലും, നമ്മൾ പീഡിയാട്രിക് വാർഡ്സിൽ കൂടെ പോയ പിള്ളേരുടെ സന്തോഷമാണേലും എല്ലാം നമുക്ക് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ ഇത്രയും നാളും പരിശ്രമിച്ചത് മനുഷ്യരുടെ നല്ലതിന് വേണ്ടിയാണെന്ന് നമ്മൾ അറിയുമ്പോൾ ഉള്ളൊരു സന്തോഷവും ഒരു റിലീഫും നമുക്ക് കിട്ടുന്നത് വളരെ ഒരു എക്സൈറ്റിംഗ് കാര്യമാണ്, വളരെ ഒരു ഹാപ്പി തിങ് ആണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള കുറേ കുട്ടികളൊക്കെ എപ്പോഴും ആഗ്രഹിക്കാറുള്ളത് കേരളത്തിൽ തന്നെ ഒരു ഗവൺമെൻറ് MBBS സീറ്റ് ലഭിക്കണം. പക്ഷേ ഫ്യൂ ഓഫ് ദം അവർ വില്ലിംഗ് ആണ് പുറത്തു പോയി അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് അവിടെ ഒരു MBBS പഠനം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും പുറത്ത്, ഇപ്പോൾ നമ്മുടെ കേരളത്തിന് പുറത്താണ് MBBS പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് കേരളത്തിന് പുറത്ത്, ബെർലിനിൽ നിന്നുള്ളവരൊക്കെ. വരുന്ന വർഷങ്ങളിലൊക്കെ കുട്ടികളുടെ ആഗ്രഹത്തെ ഒരു പക്ഷേ കുറച്ചുകൂടെ ഒന്ന് വൈഡ് ആക്കാൻ ജെഫ്രിയുടെ ഒരു മറുപടിക്ക് സാധിക്കട്ടെ. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ ഹൈദരാബാദൊക്കെ പോയി പഠിക്കുന്നു, അവിടുത്തെ ഒരു MBBS പഠനം, അവിടെ ഒരുപാട് കുട്ടികളുണ്ട്, അവരൊന്നും ഒരു പക്ഷേ നമ്മുടെ ലാംഗ്വേജ് പോലും ആയിരിക്കില്ല സംസാരിക്കുന്നത്, അവരുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ടീച്ചിങ് ഫാക്കൽറ്റീസ്, അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളുണ്ടല്ലോ. നമ്മുടെ മനസ്സിൽ ആദ്യം ഉണ്ടായിരുന്ന ഒരു കൺസേൺ കേരളത്തിന് പുറത്ത് പോയി പഠിക്കുമ്പോൾ, അതിനെക്കുറിച്ച് എന്താണ് ജെഫ്രിക്ക് പറയാനുള്ളത്? ജെഫ്രി എന്താണ് ഇപ്പോൾ റിയാലിറ്റിയിൽ മനസ്സിലാക്കിയത്? ഇനിഷ്യലി എൻ്റെ ഒരു വിചാരം എന്ന് വെച്ചാൽ കേരളത്തിലേ ഉള്ളൂ എഡ്യൂക്കേഷൻ, കാരണം നമ്മുടെ ലിറ്ററസി റേറ്റ് ഒത്തിരി ഹൈ ആണല്ലോ, 100% ലിറ്ററസി റേറ്റ് ഉള്ളൊരു സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കേരളത്തിന് പുറത്ത് പോയാൽ നമ്മുടെ എഡ്യൂക്കേഷൻ കോംപ്രമൈസ് ആവും. കാരണം എല്ലാവരുടെയും വിചാരം, പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായം അതാണ്. കാരണം MBBS കിട്ടുവാണെങ്കിൽ കേരളത്തിൽ കിട്ടിയാൽ മതി, കേരളത്തിലൊരു ഗവൺമെൻറ് സീറ്റ് ഏറ്റവും ഐഡിയൽ എന്നുള്ളൊരു വിചാരമാണ്. പക്ഷേ എപ്പോഴും നമ്മൾ നമ്മുടെ ഹൊറൈസൺ എക്സ്പാൻഡ് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് നമ്മൾ വില്ലിംഗ്ഫുൾ ആയിരിക്കണം. കാരണം നമ്മൾ എവിടെ പഠിച്ചാലും MBBSന് അതിനായിട്ടുള്ള വാല്യൂ ഉണ്ട്. അപ്പോൾ എൻ്റെ ഇനിഷ്യൽ സ്റ്റേജിൽ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ കേരളം വിട്ടു പോകേണ്ട അവസ്ഥ വരുമല്ലോ, നമുക്ക് ഭാഷ അറിയത്തില്ല, അവരുടെ കൾച്ചർ അറിയത്തില്ല, പീപ്പിൾ എങ്ങനെ ആയിരിക്കും നമുക്ക് അറിയത്തില്ല. അപ്പോൾ എൻ്റെ ഉള്ളിൽ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒന്നും നോക്കിയില്ല, ധൈര്യത്തോടെ ഞാൻ പോയി, ഞാൻ അവിടെ ചെന്നു. അതിൻ്റെ ആയിട്ടുള്ള എങ്ങനെയാണ് ഞാൻ ഡീൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം കുറച്ച് പാടായിരുന്നു, കാരണം നമുക്ക് ഭാഷ അറിയത്തില്ല, ആൾക്കാരെ അറിയത്തില്ല. പക്ഷെ അവിടുത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ വളരെ കോപ്പറേറ്റീവ് ആൾക്കാരാണ്, തെലുങ്കാന ആൾക്കാരാണ്, വളരെ സ്വീറ്റ് പീപ്പിളാണ്, എന്ത് പറഞ്ഞാലും നമ്മളോട് സഹകരണ ബോധമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യത്തിലും പേരൻസ് ആണെങ്കിലും ഒരു കാര്യത്തിലും പുറത്ത് വിട്ട് പഠിപ്പിക്കുന്ന കാര്യത്തിൽ പേടിക്കാനായിട്ട് ഒരു അവസ്ഥ വരത്തില്ല ഒരിക്കലും. കാരണം വളരെ നല്ല ഫാക്കൽറ്റി ആണെങ്കിലും ഒത്തിരി കമ്മിറ്റഡ് ആണ് അവർ ഈ പഠിപ്പിക്കുന്നതിൻ്റെ. എനിക്ക് പേഴ്സണലി ഒത്തിരി അറ്റൻഷൻ കിട്ടിയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്, കാരണം അവർ ഇൻഡിവിജ്വൽ അറ്റൻഷൻ തരുന്നുണ്ട്. എൻ്റെ കോളേജിലെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ 100 people ആണ് ഒരു ബാച്ചിൽ. എന്നാലും 100 people ഉണ്ടെങ്കിലും അവരെല്ലാവർക്കും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കുന്നുണ്ട്. നമുക്കൊരു ടോപ്പിക് നമുക്ക് മനസ്സിലായില്ലെങ്കിലും നമുക്ക് ശരിക്കും അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഭാഷ ഒരു പ്രശ്നമാവത്തില്ല, കാരണം ക്ലാസ്സസ് എല്ലാം സ്ട്രിക്ട്ലി ഇംഗ്ലീഷിലാണ്, അതുകൊണ്ട് ഭാഷ ഒരു പ്രോബ്ലം ആവത്തില്ല. അതുകൊണ്ട് പിന്നെ നമുക്ക് വേണമെങ്കിലും നമ്മുടെ കൂട്ടുകാർ കാണും, നമ്മുടെ ബാച്ച്മേറ്റ്സ് കാണും, നമുക്ക് ഭാഷയെല്ലാം മനസ്സിലാവാനും അവരുടെ കൾച്ചേഴ്സ് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും നമ്മുടെ കൾച്ചേഴ്സ് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും അങ്ങനെയെല്ലാം നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യും. അങ്ങനെ ഒരു ഫൺ ആൻഡ് എക്സൈറ്റിംഗ് വേയിലാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ഈ ഒരു ജേർണി കൂടെ പോകുമ്പോഴും നമ്മളെല്ലാം മനസ്സിലാക്കി നമ്മളെ ആൾക്കാരെങ്ങനെയാണ് നമ്മൾ കേരളം വിട്ട് കേരളത്തിലൊരു നാരോ പ്ലേസ് ഒഴിച്ച് ഈ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു മഹാരാജ്യത്ത് എത്രയും കൾച്ചേഴ്സ് ഉണ്ട്, എത്ര ഡൈവേഴ്സിറ്റി ഉണ്ടെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാവും. നമുക്കൊരു ഭാഷ എക്സ്ട്രാ പഠിക്കാം, മലയാളം അല്ലാതെ നമുക്കൊരു ഭാഷ കൂടുതൽ പഠിക്കാം. നമ്മളത് പുറം ലോകം കാണുമ്പോൾ നമുക്കത് വളരെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പം അങ്ങനെ ഒരു വെച്ച് നോക്കുമ്പം കൂടുതൽ മോശത്തെക്കാട്ടും നമുക്ക് നല്ലതേ പറയാനുള്ളൂ, ആകെ നല്ലതേ പറയാനുള്ളൂ. ഞാൻ വിചാരിച്ചതിനെക്കാട്ടും എൻ്റെ റിയാലിറ്റി വെച്ച് നോക്കുവാണെങ്കിൽ ഞാൻ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇതുവരെ കടന്നു പോയിട്ടുള്ളത്. സോ ഇതുവരെ നല്ലൊരു വഴി കൂടാണ് പോകുന്നത്. ഇനി തന്നെ എല്ലാവരുടെയും പ്രാർത്ഥനയോടെ. ജെഫ്രിയോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടാണ്, നല്ല മച്യൂർ ആയിട്ടാണ് ജെഫ്രി നമ്മുടെ കുട്ടികളോട് സംസാരിച്ചത്. തീർച്ചയായിട്ടും നല്ല ദീർഘവീക്ഷണമുള്ള ലക്ഷ്യബോധമുള്ള ഒരു വിദ്യാർത്ഥിയായി ബെർലിനിലേക്ക് എത്തി. ഇപ്പം അന്ന് കണ്ട സ്വപ്നം നേടിയിട്ട് ഇപ്പോൾ ഇവിടെ വന്ന് വളരെ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുമ്പോൾ തന്നെ നമുക്കുണ്ടാകുന്ന ഒരു പോസിറ്റീവ് എനർജി ഒരുപാടാണ് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും 2025 നീറ്റ് എൻട്രൻസ് എക്സാം എഴുതാൻ പോകുന്ന ഞങ്ങളുടെ വിദ്യാർത്ഥികളോട് എന്താണ് ജെഫ്രിക്ക് പറയാനുള്ളത്? എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത് എന്ന് വെച്ചാൽ, നിങ്ങൾ ഒട്ടും ഡീമോട്ടിവേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യല്. നിങ്ങളുടെ കൂടെ എല്ലാവരും ഉണ്ട്. നിങ്ങൾ ഇതുവരെ ചെയ്തത് എന്താണെന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. ഇനിയും നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനിയും നിങ്ങൾ ഫോക്കസ് ചെയ്യാനുണ്ട്. ഇനി നിങ്ങൾക്ക് ഒത്തിരി ഫോക്കസ് ചെയ്യാനായിട്ടുള്ള സമയമുണ്ട്. നിങ്ങളുടെ മൈൻഡ് സെറ്റ് ക്ലിയർ ആക്കുക. നിങ്ങളുടെ ഗോൾ എന്തുവാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. നിങ്ങൾക്ക് എന്തുവാ ഫൈനൽ എൻഡ് പോയിന്റ് എന്തുവാ, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക.
നിങ്ങളുടെ ലക്ഷ്യം എന്തുവാന്ന് നിങ്ങൾ അറിഞ്ഞിട്ടാണല്ലോ നിങ്ങൾ വന്നത്. നിങ്ങൾക്കൊരു എയിം ഉണ്ടായിരുന്നല്ലോ. ആ എയിം എന്തുവാന്ന് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഏതറ്റം വരെ നിങ്ങൾ പോകാനായിട്ട് നിങ്ങൾ തയ്യാറാവണം. നിങ്ങളുടെ സ്ട്രോങ് ഡിറ്റർമിനേഷനും നിങ്ങളുടെ ഹാർഡ് വർക്കും കൂടെ പിന്നെ ദൈവാധീനം കൂടെ എല്ലാം കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുന്ന ഒരു MBBS സ്വപ്നമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. നിങ്ങളുടെ എൻജോയ്മെൻറ്റ് ടൈമും എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് 3 മാസമുണ്ട് നിങ്ങളുടെ മുമ്പിൽ. തികച്ചും നിങ്ങൾ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ എന്തുവാണെന്ന് നിങ്ങൾക്ക് അറിയാനുള്ളത്, നിങ്ങൾക്ക് എന്തുവാ വീക്കായിട്ടുള്ളത് അതിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. അതേ സമയത്ത് 3 സബ്ജക്ട്സും നമ്മൾ ഈക്വലായിട്ട് ബാലൻസ് ചെയ്യുക. നിങ്ങളുടെ ഫൈനൽ സ്വപ്നത്തിലോട്ട് നിങ്ങൾക്ക് എത്തിച്ചേരുവാനും എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ. എല്ലാവരുടെയും പ്രാർത്ഥന നിങ്ങളുടെ ഉണ്ടായിരിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നിങ്ങളെപ്പോലൊക്കെ തന്നെ ഒരുപാട് ടെൻഷനിലൂടെയൊക്കെ കടന്നു പോയ സമയത്ത് എൻ്റെ ലക്ഷ്യം MBBS ആണെന്നുള്ള തിരിച്ചറിവോടെ ആത്മാർത്ഥതയോടുകൂടി ഇരുന്ന് പഠിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് വിജയം നേടിയൊരു വിദ്യാർത്ഥിയാണ് ജെഫ്രി. അപ്പോൾ ജെഫ്രിയുടെ വാക്കുകളൊക്കെ കേട്ടല്ലോ. അപ്പോൾ ഇനി മുതൽ ആത്മാർത്ഥമായിട്ടിരുന്ന് പഠിച്ചു. ജെഫ്രിക്ക് ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. തുടർന്നുള്ള ജീവിതത്തിലും വലിയ വലിയ വിജയങ്ങൾ നേടാൻ സാധിക്കട്ടെ എന്ന് ഹൃദയത്തിൽ നിന്ന് ആശംസിക്കുന്നു. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.